സാർ നമസ്കാരം, സന്തോഷമാണ്. കൊല്ലം. സാർ കഴിഞ്ഞ ദിവസത്തെ നാൾവഴികൾ കേട്ടിരുന്നു. അപ്പോൾ അതിൽ അനിൽകുമാർ എന്ന പേരുള്ള ഒരു യുവാവും ഇന്ന് സമൂഹത്തിൽ പാരമ്പര്യ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണല്ലോ അതിലൂടെ പ്രതിപാദിച്ചിട്ടുള്ളത്. സാറിൻ്റെ ജ്യോതിഷ രീതികൾ പിന്തുടരുന്ന ഇത്തരം ജ്യോതിഷ രീതികൾ സ്വായത്തമാക്കിയ അനിൽകുമാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. അപ്പോൾ അതിലൂടെ അവരുടെ ഫോൺ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നാൾവഴിയുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. ആ ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് ഇടുന്നത്. എൻ്റെ ഈ വോയിസ് ക്ലിപ്പ് പ്രിയ പ്രേക്ഷകർ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഫോൺ സംഭാഷണത്തിൽ അനിൽകുമാർ പറയുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുറേ അധികം പാരമ്പര്യ ജ്യോതിഷന്മാരെ കണ്ടു. അവർ പറഞ്ഞ പൂജകളും വഴിപാടുകളും ചെയ്തു. അവർ പറഞ്ഞ ദേവപ്രശ്നം, അഷ്ടമംഗല ദേവപ്രശ്നം ചെയ്തു. അവർ പറഞ്ഞ താമ്പൂല പ്രശ്നം ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ഒരു റിസൾട്ടും ഉണ്ടായില്ല. സാമ്പത്തികമായിട്ട് തകർച്ചയാണ് ഉണ്ടായത്. അപ്പോൾ അനിൽകുമാർ ഈ വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നാൽ എനിക്കൊരു കാര്യം സാധിച്ചു തരുമോ? അപ്പോൾ ആ വ്യക്തി പറയുന്നത്, നിങ്ങൾ പറയുന്ന തന്ത്രിയെപ്പോലെ 100% റിസൾട്ട് തരാൻ എനിക്ക് പറ്റില്ല. അത് സാധിക്കാനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ ഞാൻ തരാം എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാരമ്പര്യം എന്ന് മുറുകെ പിടിക്കുമ്പോൾ അവിടെ അദ്ദേഹം ഊന്നൽ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിനാണ്, അല്ലാതെ റിസൾട്ടിനല്ല. അപ്പോൾ അങ്ങനെ റിസൾട്ട് കൊടുക്കണം എന്നുദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം, ഞാൻ അനിൽകുമാർ എൻ്റെ അടുത്ത് വരൂ, ഞാൻ നിങ്ങൾക്ക് 100% റിസൾട്ട് തന്ന് നിങ്ങളെ മടക്കി അയക്കാം എന്ന് പറഞ്ഞായിരുന്നു. അവിടെ അദ്ദേഹം ആ പാരമ്പര്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു ഭംഗി വാക്കായിട്ടാണത് ഉപയോഗിക്കുന്നതെന്നാണ്. അല്ലെ ആ പാരമ്പര്യം എന്ന വാക്കിൻ്റെ മൂല്യം, അല്ലെ ആ പാരമ്പര്യം എന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അനിൽകുമാറിന് ആ മറുപടി അദ്ദേഹം കൊടുക്കില്ലായിരുന്നു. നമുക്കെല്ലാം അറിയാം, പാരമ്പര്യം എന്ന വാക്കിൻ്റെ അർത്ഥം പരമ്പരാഗതമായി അല്ലെ തലമുറകളായി ചെയ്തു പോരുന്ന കാര്യങ്ങൾ അത് തുടർന്ന് കൊണ്ടുപോകുന്നു. അതാണല്ലോ പാരമ്പര്യം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ മുത്തച്ഛനും അച്ഛനും പിന്തുടർന്ന് വന്ന ജ്യോതിഷ രീതി തന്നെയാണ് ഞാനും പിന്തുടർന്ന് പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ചങ്ങാതി ഇതുപോലെ വീഡിയോസ് ഇടുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അച്ഛൻ്റെ ജ്യേഷ്ഠനും അച്ഛൻ്റെ അച്ഛനും എൻ്റെ അമ്മാവനും ഒക്കെ പാരമ്പര്യം ജ്യോതിഷന്മാരായിരുന്നു, അതേ വഴിയിലാണ് ഞാനും വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ അധികം വീഡിയോസുകൾ ഇടുകയുണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ ഈ പാരമ്പര്യത്തെ മാത്രമാണ് മുറുകെ പിടിക്കുന്നത്. ഈ പാരമ്പര്യം ഞങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന കാര്യമാണ്. ഇത് ഞങ്ങളുടെ തലമുറയ്ക്ക് മാത്രം കൊടുക്കേണ്ട അറിവാണ്. ഞങ്ങളിൽ കൊണ്ട് മാത്രമേ ഈ സമൂഹം ഈ ജ്യോതിഷത്തെ അറിയാവൂ. മറ്റുള്ള സമുദായക്കാരന് ഈ ജ്യോതിഷം പഠിക്കാൻ അവകാശമില്ല എന്ന് പണ്ടെങ്ങോ പറഞ്ഞു വെച്ച ഒരു വാമൊഴിയാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് സമൂഹത്തിൽ നന്മ ചെയ്യണം എന്ന്, അല്ലെങ്കിൽ സമൂഹത്തിലെ ജാതീയമായ ചിന്താഗതികൾ തുടച്ചു നീക്കണമെന്ന്, അല്ലെങ്കിൽ ആ ജ്യോതിഷം പഠിക്കാൻ ആർജവമുള്ളവർ വന്ന് പഠിക്കണമെന്ന്, പൂജ ചെയ്യാൻ കഴിവുള്ള സ്ത്രീകൾ പൂജ പഠിക്കാൻ മുന്നോട്ട് വരണമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന എൻ്റെ പ്രിയ ഗുരുനാഥനും നമ്മുടെ എല്ലാം ഗുരുനാഥനുമായ ശ്രീ KV സുഭാഷ് തന്ത്രി സാറിനെയാണ്. നമുക്കെല്ലാം അറിയാം, അദ്ദേഹത്തിന് ജ്യോതിഷ പാരമ്പര്യമില്ല. അതിൻ്റെ ജ്യോതിഷമായിട്ടുള്ള പൈതൃകത്തിൽ നിന്ന് വന്ന ആളല്ല അദ്ദേഹം.
അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ബിസിനസ്മാനായിരുന്നു. ആ ബിസിനസ്സിലെ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ താഴ്ചകൾ വരുമ്പോൾ അദ്ദേഹം ഈ പറയും പോലെ പാരമ്പര്യ ജ്യോതിഷം കൈകാര്യം ചെയ്ത ജ്യോതിഷന്മാരെ കണ്ട് വഴിപാടുകളും പൂജകളും ചെയ്തിരുന്നു. അതിലൊന്നും അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തരെയും കണ്ട് കണ്ട് അദ്ദേഹം അവസാനം എത്തിപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പ്രിയ ഗുരുനാഥൻ്റെ അടുത്താണ്. ആ ഗുരുനാഥനിൽ നിന്നും സ്വായത്തമാക്കിയ അറിവുകളും ആ ഗുരുനാഥനിൽ നിന്നും പകർന്നു കിട്ടിയ ജ്യോതിഷ രീതികളും ഇന്ന് അദ്ദേഹം സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ഓരോരുത്തർക്കും കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടന എഴുതിയുണ്ടാക്കിയ ഡോക്ടർ BR അംബേദ്കർ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ്, ഇവർക്കൊക്കെ എന്ത് പാരമ്പര്യമുണ്ടായിട്ടാണ് ഇന്ന് അവർ ഈ നിലയിൽ എത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കണം. അവരുടെയൊക്കെ അച്ഛനോ മുത്തച്ഛനോ ഒന്നും രാഷ്ട്രപതിയായിട്ടോ പ്രധാനമന്ത്രിയായിട്ടോ ഒന്നും ഇരുന്നിട്ടുള്ള ആൾക്കാരല്ല. അവരുടെ അറിവും അവരുടെ ബുദ്ധിശക്തിയും അവരുടെ ആർജവും ആണ് ഇന്ന് അവരെ ഈ നിലയിലേക്ക് എത്തിച്ചതെന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു പാരമ്പര്യത്തിൻ്റെയും പിൻബലത്തോടെ അല്ല അവരാരും ഈ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് ഇന്ന് സമൂഹത്തിൽ, ഇന്ന് ജ്യോതിഷത്തിൽ വ്യത്യസ്തമായി നിൽക്കുന്ന എൻ്റെ ഗുരുനാഥൻ ശ്രീ KV സുഭാഷ് തന്ത്രി സാറും. നാളത്തെ തലമുറ എങ്ങനെയായിരിക്കണം? ജാതീയമായ ചിന്താഗതികളിലൂടെ അവരകപ്പെട്ടു പോകരുത്. യഥാർത്ഥ ജ്യോതിഷത്തിൻ്റെ കീഴിൽ അല്ല, യഥാർത്ഥ ജ്യോതിഷ രീതിയിലൂടെ നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കണം. യഥാർത്ഥ ജ്യോതിഷ രീതിയിലൂടെ നിങ്ങൾ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം എന്ന് ഉദ്ബോധനം നൽകുന്ന എൻ്റെ പ്രിയ ഗുരുനാഥന് ആദ്യമേ തന്നെ എല്ലാ ആശംസകളും നേരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ പാരമ്പര്യ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വ്യക്തി പറയുന്നുണ്ട്, സാറ് മണ്ണാറശാല എന്ന ക്ഷേത്രത്തെക്കുറിച്ച് മോശമായി പരാമർശിച്ചുവെന്ന്. സാറ് അവിടെ പരാമർശിച്ചത് ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെക്കുറിച്ചോ അല്ല. അവിടെ പണ്ട് മുതൽക്കേ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ യുക്തിവാദികൾ എന്നറിയപ്പെടുന്നവരുടെ ചിന്തയെപ്പോലും ആ ചിന്തയെപ്പോലും പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ, അതായത് പഴങ്കഥകളാണ് സാർ അവിടെ ചൂണ്ടിക്കാണിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കാണുന്ന കൺകണ്ട ദൈവം അല്ല സത്യമായ ദൈവം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സർപ്പദൈവങ്ങൾ കുടികൊള്ളുന്ന മണ്ണാറശാല ക്ഷേത്രം, സ്ത്രീകൾ പൂജ ചെയ്യുന്ന സർപ്പക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ 100% 1000% വിശ്വാസമുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഒരു ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരിയായിട്ട് കുറച്ചധികം നാൾ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ 1000% വിശ്വാസത്തോടെ ഞാൻ പറയുകയാണ്, സാറ് പറഞ്ഞത് അവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പഴങ്കഥകളെക്കുറിച്ചാണ്. അവിടെ നമ്മൾക്ക് പലർക്കും അറിയാം, ആ കുടുംബത്തിലെ ഒരു സ്ത്രീ, അവർ ഒരു മനുഷ്യ കുഞ്ഞിനും ഒരു സർപ്പത്തിൻ്റെ കുഞ്ഞിനും ജന്മം നൽകിയെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, മനുഷ്യനായി പിറവിയെടുത്ത് അല്ലെങ്കിൽ ഒരു സ്ത്രീയായി ജനിച്ച് ഒരു അമ്മയായി അല്ലെങ്കിൽ ഒരു സഹോദരിയായി അല്ലെങ്കിൽ ഒരു ഭാര്യയായി ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു സ്ത്രീ, അവർ പ്രസവിക്കുന്നത് നമുക്കെല്ലാം അറിയാം, അല്ലെ, ജന്മം കൊടുക്കുന്നത് മനുഷ്യ കുഞ്ഞുങ്ങളെയാണ്.
ഒരു സ്ത്രീയും ഇന്ന് വരെ സർപ്പത്തിൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കേട്ടു എന്ന് നമ്മൾ ആരും കേട്ടിട്ടില്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ പ്രചരണം, ആ പ്രചരണത്തിൽ കൂടെ ആ ക്ഷേത്രത്തിൻ്റെ സാമ്പത്തിക അവിടത്തേക്കുള്ള ആളുകളുടെ വിശ്വാസം കൂടുന്നതിനും അവിടുത്തെ സാമ്പത്തികം വർദ്ധിപ്പിക്കുന്നതിനും ഉണ്ടാക്കിയെടുത്ത ഒരു ദുഷ്പ്രചരണമാണ് സാറ് ചൂണ്ടിക്കാട്ടിയത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അതോടൊപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ് ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം. കായംകുളത്തിനടുത്തായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എല്ലാ മാസവും ആയില്യത്തിൽ 100 പാലും നടത്താറുണ്ട്. അപ്പോൾ അവിടെ നിരന്തരം ദർശനം കിട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നൊരു സ്ത്രീയെ അവിടുത്തെ ശാന്തിക്കാരോട് ചോദിച്ചു, ഈ 100 പാലും ചെയ്യുന്ന കർമ്മം എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ ആ ശാന്തിക്കാരൻ പറഞ്ഞു, പറ്റില്ല, ആ കർമ്മങ്ങൾ മറ്റുള്ളവർ കാണാൻ പാടില്ല, അങ്ങനെ മറ്റുള്ള ഭക്തജനങ്ങളെ കാണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കർമ്മമല്ല 100 പാലും. അപ്പോൾ അത് ക്ഷേത്രത്തിനകത്ത് മണ്ഡപത്തിലാണ് ചെയ്യുന്നത്, അങ്ങനെ കാണാൻ പാടില്ല, ആ സമയത്താണ് ഭക്തജനങ്ങളെ മാറ്റി നിർത്തുന്നത് എന്ന് ശാന്തിക്കാരൻ അവരോട് പറയുകയുണ്ടായി. അപ്പോൾ നിരന്തരമായി അവരിങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ദിവസം അവർക്ക് കാണാനൊരു അവസരം കൊടുത്തു. അപ്പോൾ ചുറ്റമ്പലത്തിൻ്റെ ഒരു ചെറിയ വിടവിലൂടെ കണ്ടോളാൻ പറഞ്ഞു. ഒരു കണ്ണടച്ചു വെച്ച് ഒരു കണ്ണുകൊണ്ട് മാത്രമേ അത് കാണാവെന്നും പറഞ്ഞു. അങ്ങനെ ആ 100 പാലും കർമ്മം അവർ ഒരു കണ്ണടച്ചു വെച്ച് കണ്ടുവെന്നും പിന്നീട് ആ കണ്ട കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു എന്നും അവിടെ ഒരു പ്രചാരണം ഉണ്ടായി. അപ്പോൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് കാണാൻ ഞങ്ങൾക്ക് മാത്രമേ യോഗ്യതയുള്ളൂ. പൂണൂലിട്ട കോണാൻ കിട്ടേ ഞങ്ങൾക്ക് മാത്രമേ ഇത് കാണാൻ യോഗ്യതയുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ ആ ഗുണം കിട്ടാവൂ എന്നുള്ളൊരു സ്വാർത്ഥതയാണ് ഈ ദുഷ്പ്രചരണങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും നിവേദ്യ സമയത്ത് ഭക്തജനങ്ങൾ പുറത്തേക്ക് മാറണം, ചുറ്റമ്പലത്തിൻ്റെ പുറത്ത് മാറണം. അതിനകത്ത് ആ സമയത്ത് ആ ശാന്തിക്കാരനും അതുമായി ബന്ധപ്പെട്ട കഴകം ജോലി ചെയ്യുന്ന ആളുമേ നിൽക്കാവൂ എന്നൊക്കെ ഉള്ളതായി നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെപ്പോലെ മനുഷ്യരല്ലേ ഈ ശാന്തിക്കാരനും ഈ കഴകം ചെയ്യുന്ന ആളും. അവർക്കത് കാണാമെങ്കിൽ, അവർക്ക് ആ നിവേദ്യം എന്ന കർമ്മം അവർക്ക് കാണാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കണ്ടുകൂടാ? അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള കർമ്മങ്ങളിൽ കൂടിയുള്ള പുണ്യം പൂണൂലിട്ട അല്ലെ കോണോം കിട്ടി ഞങ്ങൾക്ക് മാത്രമേ കിട്ടാവൂ, ഞങ്ങൾ മാത്രമേ അതിന് അർഹരായിട്ടുള്ളൂ എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ നിന്ന് കർമ്മങ്ങളിൽ കൂടി നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മൾ കേരളത്തിലെടുത്ത് നോക്കിയാൽ അറിയപ്പെടുന്ന കുറേ അധികം സർപ്പക്ഷേത്രങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാ അധികാരം അതാത് കുടുംബങ്ങൾക്കാണ്. ഒരു ക്ഷേത്രം പോലും നാട്ടുകാർക്കോ അല്ല ദേവസ്വം ബോർഡിനോ അവർ വിട്ടുകൊടുത്തിട്ടില്ല. അതിൻ്റെ കാരണം ഒരു ക്ഷേത്ര ഭരണസമിതിയിൽ ഇരുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഏറ്റവും അറിയാമല്ലോ സാറ് പറയും പോലെ നമുക്ക് എത്രയും പെട്ടെന്ന് ഫലം ചെയ്യുന്ന, പെട്ടെന്ന് പ്രസാദിക്കുന്ന ദൈവങ്ങളാണല്ലോ സർപ്പദൈവങ്ങൾ. അപ്പോൾ അവർക്ക് ചെയ്യുന്ന കർമ്മങ്ങളിൽ കൂടി കിട്ടുന്ന ആ അനുഗ്രഹം ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് മാത്രമേ കിട്ടാവൂ. ഒരു നാടിന് ആ ക്ഷേത്രം സമർപ്പിച്ചാൽ എല്ലാവർക്കും അധികാരം വരും. ഒരു ദേവസ്വം ബോർഡിന് ആ ക്ഷേത്രം സമർപ്പിച്ചാൽ ദേവസ്വം ബോർഡിനാണ് അധികാരം. അപ്പോൾ ആ അധികാരങ്ങൾക്കൊന്നും വിട്ടുകൊടുക്കാതെ പൂർണ്ണമായും ഞങ്ങളിൽ തന്നെ നിൽക്കണം, ഞങ്ങൾക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ ആ പുണ്യം അല്ലെങ്കിൽ അതിൻ്റെ ഗുണം ലഭിക്കാവൂ എന്നുള്ളൊരു ഈ ഒരു വാശിയാണ് ഈ ക്ഷേത്രങ്ങളൊന്നും അവർ വിട്ടുകൊടുക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ ആലോചിക്കണം, നമുക്ക് സാറ് പറഞ്ഞു തന്നിട്ടുള്ള മന്ത്രമുണ്ട്, സർപ്പദൈവങ്ങളുടെ ധ്യാനമന്ത്രം. നമ്മൾ സാറിൽ കൂടിയാണത് നമ്മൾ മനസ്സിലാക്കിയത്.
അതിനുമുമ്പ് എത്ര പേര് ചൊല്ലുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ആ മന്ത്രം 108 പ്രാവശ്യം ചൊല്ലും. അവർ ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ ഈ ശാന്തിക്കാർ ഈ മന്ത്രങ്ങൾ എല്ലാ ദിവസവും കൈകാര്യം ചെയ്യുന്നത് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നമ്മളിൽ സാധാരണക്കാരൻ അവരത് പറഞ്ഞു തരില്ല, അല്ലെങ്കിൽ സാധാരണക്കാരൻ അത് ചൊല്ലാൻ അത് സമ്മതിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം അവർക്ക് മാത്രമേ ആകാവൂ, അവരുടെ കുടുംബത്തിനെ ആവൂ, അവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാവൂ എന്നുള്ള ആ ഒരു സ്വാർത്ഥതയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്കെല്ലാം അറിയാമല്ലോ, ഏറ്റവും വലിയ കള്ളത്തരങ്ങൾ നടക്കുന്ന ഒരു വേദിയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള നടന്നു വരുന്ന സപ്താഹ യജ്ഞവേദികൾ, നവാഹ യജ്ഞവേദികൾ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്ഷേത്രത്തിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന ഒരു മാർഗമാണ് ഈ യജ്ഞങ്ങൾ. അവിടെ ഒരു ദേവൻ്റെയോ ദേവിയുടെയോ ചൈതന്യമുള്ള ഒരു പ്രതിഷ്ഠയുണ്ട്. നമ്മൾ ആ ചൈതന്യത്തെ നമ്മൾ ഇന്ന് നമസ്കരിക്കാറുണ്ട്. നമ്മൾ ആ ശിലയുടെ അല്ലെ ആ വിഗ്രഹത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യാതെ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി മറ്റൊരു വിഗ്രഹം അവിടെ കൊണ്ടുവന്ന് അതിലേക്ക് ചൈതന്യത്തെ ആവാഹിച്ച് ലക്ഷക്കണക്കിന് രൂപ നമ്മൾ പല കാര്യങ്ങൾക്കും ചിലവാക്കി കളയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥ ചൈതന്യം ആ ശ്രീകോവിലിൽ കുടികൊള്ളുന്നുണ്ടോ? ആ ചൈതന്യത്തെ വർദ്ധിപ്പിച്ച് ആ ചൈതന്യം വർദ്ധിക്കുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം മൊത്തത്തിൽ വർദ്ധിക്കുമ്പോൾ ആ ചുറ്റുപാടിലുള്ള ഓരോ വ്യക്തികൾക്കും അതിൻ്റെ ആ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആചാര്യന്മാർ കണ്ടുപിടിച്ച ഈ പൂണൂൽധാരികളും ഈ കോണം കെട്ടികളും ഈ യജ്ഞങ്ങളെ ഒരു ജീവിത മാർഗമായി കൊണ്ടു നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം വിട്ടുപോയതാണ്. നമ്മൾ നിവേദ്യ സമയത്ത് പുറത്തിറങ്ങി നിൽക്കണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ 100 പാലും കൊടുക്കുന്ന ആ കർമ്മം നമ്മൾ കാണരുതെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർ തരുന്ന വ്യാഖ്യാനം, നമ്മളത് കണ്ടാൽ ആ ദേവനത് ഇഷ്ടപ്പെടില്ല, അല്ല ദേവിക്ക് ഇഷ്ടപ്പെടില്ല, ആ ചൈതന്യം അവിടുന്ന് വിട്ടുപോകുമെന്നൊക്കെയാണ് അവർ തരുന്ന മറുപടി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഗുരുനാഥൻ 2 പകലും 1 രാത്രിയിലും ചെയ്യുന്ന കർമ്മങ്ങൾ, അപ്പോൾ എത്രയോ ദേവതാ ചൈതന്യങ്ങൾ അവിടെ ഉണ്ടാകും. നമ്മൾ സാറിൻ്റെ മുന്നിലിരുന്നാണല്ലോ പൂജകൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കണ്ടാൽ ഇഷ്ടപ്പെടാതെ പോകുന്ന ദേവതാ ചൈതന്യമാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടും? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. അതുപോലെ തന്നെ സാറ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, സ്വയം വീട്ടിൽ ഗണപതി ഹോമം ചെയ്യാം, ഭഗവതി സേവ ചെയ്യാം, മുരുകന് പഞ്ചാമൃത നിവേദ്യം ചെയ്യാം, കളരിമൂർത്തി നിവേദ്യം ചെയ്യാം, സർപ്പദേവങ്ങൾക്ക് നിവേദ്യം ചെയ്യാം. അങ്ങനെ ഓരോ കർമ്മങ്ങളും സ്വയം നമുക്ക് വീട്ടിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ദേവിയുടെ ചൈതന്യം അല്ലെങ്കിൽ ദേവതാ ചൈതന്യം നമ്മളുടെ അഭാവം മൂലം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ആ ചൈതന്യം അവിടെ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ആ ചൈതന്യത്തിൻ്റെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ആ കർമ്മത്തിൽ അവിടെ ഉണ്ടാകുന്ന ആ ചൈതന്യമാണ് നമുക്ക് റിസൾട്ടായിട്ട് ഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ സമൂഹത്തിനെ വളച്ചൊടിക്കുകയാണ്. ഇനിയെങ്കിലും ഈ സമൂഹം ഉണരണം, നമ്മൾ പ്രതികരിക്കേണ്ട സമയമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അറിവ് ആര് പകർന്നു തന്നാലും അത് കേട്ട് മനസ്സിലാക്കുകയും അത് ഉയർന്ന കുലത്തിലുള്ള ആൾ പറഞ്ഞു തന്നതാണ്, അല്ലെങ്കിൽ താഴ്ന്ന കുലത്തിലുള്ള ആൾ പറഞ്ഞു തന്നതാണ്, അല്ലെങ്കിൽ പാരമ്പര്യമില്ലാത്ത ആൾ പറഞ്ഞു തന്നതാണ് എന്ന് നോക്കാതെ പകർന്നു തരുന്ന ആളിൻ്റെ കുലവോ ജാതിയോ നോക്കാതെ ആ പറഞ്ഞു തരുന്ന ആളിൻ്റെ മഹത്വം മാത്രം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സാറിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.